ആ, എന്താണ് നീ വിളിച്ചത്? പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്. ഞാൻ ഓഫീസിൽ ജോലിയിലായിരുന്നു. കളക്ടർ ഓഫീസിൽ നിന്ന് ജോബ് ലെറ്റർ വന്നിട്ടുണ്ട്. എനിക്ക് ജോലി കിട്ടി. ഞാൻ ഇനി കളക്ടറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. വാവ്, ഇതൊത്തിരി സന്തോഷമുള്ള കാര്യമാണല്ലോ. സന്തോഷമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നിങ്ങൾക്ക് എന്റെ ഭർത്താവായി ജീവിക്കണമെങ്കിൽ എനിക്ക് 1 കോടി രൂപ തരണം. 1 കോടി രൂപയോ? നീ എന്ത് വർത്താനമാണ് പറയുന്നത്? ഇങ്ങനെ ആരാടി ചെയ്യുന്നത്? ഞാൻ ചെയ്യും. നിങ്ങളോട് ഞാൻ കല്യാണം കഴിച്ച സമയത്ത് എനിക്ക് കഷ്ടസമയമായിരുന്നു. ഇതെന്താണ് നിന്റെയും എന്റെയും? നമ്മൾ രണ്ടുപേരും ആ സമയത്ത് ഒത്തിരി കഷ്ടപ്പാടില്ലായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ കഷ്ടപ്പാടെല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ കൂടെ ജീവിക്കണമെങ്കിൽ എനിക്ക് 1 കോടി രൂപ തന്നെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഡൈവോഴ്സ് താ. നീ എന്ത് വർത്താനമാണ് പറയുന്നത്? ഞാൻ പറയുന്നതിന് ഒരു തെറ്റുമില്ല. എന്നെ ഇനി കളക്ടറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടാണ് എല്ലാവരും അറിയാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ വെറും ഒരു ക്ലർക്കാണ്. വെളിയിൽ ഈ കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ എന്താവും? എത്ര ഇൻസൾട്ട് ആവും എനിക്ക്. അയ്യോ, എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഇനി നിന്റെ ആഗ്രഹങ്ങൾ എന്താണ്? എന്റെ കൂടെ ഇനി മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ എനിക്ക് 1 കോടി രൂപ വേണം. അല്ലെങ്കിൽ എനിക്ക് ഡൈവോഴ്സ് താ. നീ വെറുതെ എന്നോട് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തരുമായിരുന്നു. പക്ഷെ ഇതെന്താണ് നീ 1 കോടി രൂപ ചോദിക്കുന്നത്? നീ നിന്റെ ഭർത്താവിന്റെ വില ഇടുവാണോ? അങ്ങനെ വിചാരിച്ചാൽ മതി. കാരണം ഞാനൊരു കളക്ടറിന്റെ PA ആണെന്ന്. എനിക്കൊരു നിലയും വിലയുണ്ട്. നിങ്ങളെക്കാളും ഉയർത്തി എത്തിയത് എന്റെ കൂടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപ തന്നേ പറ്റത്തുള്ളൂ. നീ നല്ലതായിട്ട് ആലോചിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ എനിക്ക് ഡൈവോഴ്സ് തന്നാൽ ഞാൻ വേറെ പോയി കല്യാണം കഴിക്കും. എന്നിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഞാൻ 1 കോടി രൂപ മേടിച്ചിട്ട് സുഖിക്കും. ശിവ, നീ ഇത്രയും പെട്ടെന്ന് മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലെ വിചാരിച്ചില്ലായിരുന്നു. വീട്ടുകാരും ബന്ധുക്കാരും എല്ലാവരെയും പിണക്കിയിട്ടാണ് ഞാൻ നിന്നോട് കല്യാണം കഴിച്ചത്. എല്ലാവരും എന്നെ വിലക്കായിരുന്നു. പക്ഷേ ഞാൻ ആരുടെയും വർത്താനം കേൾക്കാതെ നിന്റെ കൂടെ കല്യാണം കഴിച്ചു. എന്നിട്ട് അതിൻ്റെ ശിക്ഷയാണ് ഇന്ന് എനിക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ ആലോചിച്ചിട്ട് ദുഃഖിക്കുന്നു. ഞാൻ എന്തിന് നിന്നെപ്പോലെ ഒരു പെണ്ണിൻ്റെ കൂടെ കല്യാണം കഴിച്ചത്? കഴിഞ്ഞ നിങ്ങളുടെ ഡയലോഗ് അടി കഴിഞ്ഞെങ്കിൽ പറ, ഞാൻ പോട്ടെ. കാരണം എനിക്കറിയാം നിങ്ങൾക്ക് 1 കോടി രൂപ പോട്ട് 1 ലക്ഷം രൂപ പോലത്തെ എനിക്ക് തരാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാവോ, സുന്ദരിയായ എൻ്റെ പുറകെ എൻ്റെ കൂടെ കല്യാണം കഴിക്കാൻ കുറേ ആൺപിള്ളേരാണ് റെഡി. എനിക്ക് 1 അല്ല 2 അല്ല 3 കോടി രൂപ വരെ കിട്ടും. ഓക്കെ ശിവ, നിന്റെ ഇഷ്ടം. ഞാൻ നിനക്ക് ഡൈവോഴ്സ് തരാം. പോയി എവിടെയെങ്കിലും പോയി സന്തോഷത്തോടെ ജീവിക്കുക. ഇന്ന് നിന്റെ സമയമാണ് നല്ലതായിട്ട് നടക്കുന്നത്. അതുകൊണ്ടല്ലേ നീ ഇത്രയൊക്കെ എന്നെ കേൾപ്പിച്ചത്. എൻ്റെ സമയം വരും. അന്ന് നമുക്ക് കാണാം. എല്ലാവർക്കും ഒരു നല്ല സമയം വരും. ഒരു ദിവസം ഞാൻ നിന്നോട് പകരം വീട്ടും. നിങ്ങളുടെ വാചോടി കഴിഞ്ഞെങ്കിൽ പറ, ഞാൻ പോവുകയാണ്. ഡൈവോഴ്സിന്റെ പേപ്പർ ഞാൻ നിങ്ങളുടെ വീട്ടിൽ അയക്കാം. ഓക്കെ? നീ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ? നീ എന്താണ് ഓർക്കുന്നത്? ഞാൻ നിന്റെ കൂടെ തമാശ പറയുന്നോ? 3 വർഷമായില്ലേ നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. നീ എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും എന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇനി ഞാൻ എന്ത് പറയാനാ ശിവ? മൊത്തം ഓഫീസിൽ എല്ലാവർക്കും അറിയാം ഈ കാര്യം. പുതിയ കളക്ടർ ജോയിൻ ചെയ്തോണേ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്തു. പിന്നെ അങ്ങേര് നിന്റെ കൈക്കൂലി കേസിലെ ഫയലുണ്ടല്ലോ, അതും തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം നീ റോഡ് കോൺട്രാക്ടറിന്റെ കയ്യിൽ നിന്ന് കോടികൾ മേടിച്ചില്ലേ കൈക്കൂലി? ആ ഫയലും ഉണ്ട് കേട്ടോ അതിനകത്ത്. നിന്റെ എല്ലാ ഫയലും സാറിന്റെ കയ്യിലുണ്ട്. ഇന്ന് വെച്ചാ എനിക്ക് ജയിലും ആവോ? ആവാൻ സാധ്യതയുണ്ട്. സാർ ഇൻവെസ്റ്റിഗേഷൻ വെച്ച് കഴിഞ്ഞാൽ നീ കുരുങ്ങും. പിന്നെ നിനക്ക് ജയിലും ആവും. ഞാൻ ഇനി എന്ത് ചെയ്യും സുശീലേ? ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരാ കളക്ടർ സാറിനെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ നീ അകത്ത്. നീ പോയിട്ട് അകത്ത് പോയി സോറി പറ. ഇപ്പൊ നീ വെറും സസ്പെൻഡ് ആയിട്ടേ ഉള്ളു. ഇപ്പൊ നീ പോയിട്ട് സോറി പറ. അങ്ങനെയായാൽ ചിലപ്പോൾ നിന്റെ കൈക്കൂലിയുടെ ഫയൽ അങ്ങേര് ക്ലോസ് ചെയ്താലോ? സുശീലേ, എനിക്ക് ഒത്തിരി പേടി വരുന്നു. ഇനി പേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ അകത്ത് പോ. ഇനി പേടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതൊക്കെ കൈക്കൂലി മേടിക്കുന്നതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു. ശരി, ഞാൻ സാറിനെ കണ്ടിട്ട് വരാം. മേ ഐ കം ഇൻ സർ? കം ഇൻ. സർ, ഞാൻ ഷീബയാണ്. സാറേ, ഞാൻ ഇന്ന് വരെ ഇവിടുത്തെ എത്ര കളക്ടർമാർ വന്നിട്ടുണ്ട്, അവർ എല്ലാവരുടെയും ഞാൻ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു. എനിക്കറിയാം സാർ എന്നെ സസ്പെൻഡ് ചെയ്തെന്ന്. സാറേ പ്ലീസ്, എൻ്റെ പുറത്തുനിന്ന് ആ കൈക്കൂലിയുടെ ചാർജസ് ഒന്ന് മാറ്റാമോ? സാറേ, എനിക്കറിയാം തെറ്റ് എൻ്റെയാണ്. സാറേ, എനിക്ക് ഒരു ചാൻസ് തന്നൂടെ? ഓക്കെ, ഞാൻ നിനക്ക് ഒരു ചാൻസ് തരാം. പക്ഷേ അതിനുവേണ്ടി നീ എനിക്ക് 1 കോടി രൂപ തരണം. രാജേഷ്, നീയാണോ ഇവിടുത്തെ പുതിയ കളക്ടർ? രാജേഷ് അല്ല, കോൾ മീ സർ. സാർ ഇവിടെ എങ്ങനെ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ ശിവ, എല്ലാവരുടെയും സമയം വരും. അന്ന് നിന്റെ സമയമായിരുന്നു, ഇന്ന് എൻ്റെ സമയമാണ്. നീ കളക്ടറിൻ്റെ PA ആവാൻ അധ്വാനിച്ച്. ഞാൻ നേരെ അധ്വാനിച്ചത് കളക്ടർ ആവാനാണ്. അതൊക്കെ പോട്ട്. ഞാനാണ് ഈ സിറ്റിയുടെ പുതിയ കളക്ടർ. എന്നിട്ട് മാഡം, നിങ്ങളൊരു കൈക്കൂലിക്കാരിയാണ്. നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത്? സാറേ പ്ലീസ്, എൻ്റെ പുറത്തുള്ള ചാർജസ് എല്ലാം മാറ്റി സാറേ. പ്ലീസ്, ഞാൻ സാറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുവാണ്. ചാർജസ് ഒക്കെ എന്തായാലും മാറ്റാൻ പറ്റത്തില്ല. ശിവ മാഡം, നിങ്ങൾ ജയിലിൽ പോയേ പറ്റത്തുള്ളൂ. സാർ പ്ലീസ്, ഇങ്ങനെ പറയാതെ സാർ. പ്ലീസ്, എനിക്ക് മാപ്പ് തരൂ. സാറേ, ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ ഭാര്യയായിരുന്നു. എന്താ പറഞ്ഞേ? ഭാര്യയാണോ? ഭാര്യയുടെ അർത്ഥം എനിക്കറിയാവോ? ഭാര്യയുടെ കടമകളൊന്നും എനിക്കറിയാമോ? നിനക്കൊരു നല്ല ഭാര്യയാവാൻ പറ്റിയില്ല.
നീ എന്താണ് എന്നോട് ചോദിച്ചിരുന്നത് ആ സമയത്ത്? 1 കോടി രൂപയോ എൻ്റെ കൂടെ ജീവിക്കാൻ? മറന്നുപോയോ നീ ആ കാര്യം? നിനക്കൊരു കാര്യം അറിയാമോ? നിനക്ക് ആ സമയത്തും ആക്രാന്തമായിരുന്നു, എന്നിട്ട് നിനക്ക് ഇന്നും ആക്രാന്തമാണ്. നിന്റെ ഈ ആക്രാന്തം കാരണമാണ് ഇനി നീ ജയിലിൽ പോകാൻ പോകുന്നത്. കോടികളുടെ തട്ടിപ്പാണ് നീ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒത്തിരി വർഷത്തേക്ക് ജയിലിൽ പോകാൻ റെഡി ആയിക്കോ. ആ, നിനക്ക് പിന്നെ ഒരു കാര്യം ഓർമ്മയുണ്ടോ ഇല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ പകരം വീട്ടും ഒരു ദിവസം. ഇന്ന് ഞാൻ ആ പകരം വീട്ടി. നൗ ഗെറ്റ് ഔട്ട്. സാറേ പ്ലീസ് സാറേ, ഇങ്ങനെ ചെയ്യരുത് സാറേ. സാറേ പ്ലീസ്, എന്റെ കരിയർ മൊത്തം ചീത്തയായി പോകും സാറേ. എന്നെ ജയിലിൽ വിടരുത് സാറേ. ഗെറ്റ് ഔട്ട്. സാർ പ്ലീസ്. ഐ സേ ഗെറ്റ് ഔട്ട്.